Hello everyone, welcome to Competitive Cracker. ഞാൻ ഡോക്ടർ രമ്യ. അപ്പോൾ ഇന്ന് പുതുതായിട്ട് സെറ്റ് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ സെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ മാർക്ക് എങ്ങനെയാണ്, ഇതിൽ ഏതൊക്കെ പേപ്പറുകളുണ്ട്, അതിനകത്ത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇതൊക്കെയാണല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് ചിലരെ സംബന്ധിച്ചെങ്കിലും അറിയാത്തവരായിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ട് PG പാസ്സായവർ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് BEd പാസ്സായവർ, അവർക്ക് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് അത്ര അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെറ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് ജനറൽ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ഒരു ക്വാളിഫയിങ് എക്സാം എന്ന് പറഞ്ഞാൽ ആ എക്സാം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന നമ്മുടെ കേരള ഗവൺമെന്റിന്റെ LBS സെന്റർ നടത്തുന്ന ഒരു എക്സാം ആണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി കൂട്ടാനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഏത് ടീച്ചേഴ്സിന്റെ, ഏത് ടൈപ്പ് ഓഫ് ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് എക്സാം ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മളെ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ച് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സും ഹയർ സെക്കൻഡറിയിൽ തന്നെ വരുന്ന നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനുമാണ് ഈ സെറ്റ് എക്സാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഔട്ട്സൈഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് കോളേജ് എക്സാമിനും ആപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ കൊളീജിയറ്റ് ലെവലിൽ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടും സെറ്റ് പല സ്റ്റേറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. കാര്യം നമുക്ക് ഹയർ സെക്കൻഡറിയിലും നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് ഈ സെറ്റ് എക്സാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ ഒരു പോസ്റ്റ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PG വേണം, BEd വേണം, പ്ലസ് സെറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന്റെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് സെറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നു? ഇനി സെറ്റിന്റെ പേപ്പറിനെ പറ്റി പറയുവാണെങ്കിൽ സെറ്റിൽ 2 പേപ്പേഴ്സ് ആണുള്ളത്. 2 പേപ്പേഴ്സിൽ ഒരെണ്ണം എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിനും എന്ന് വെച്ചാൽ ഇപ്പം മലയാളം എടുത്തവർക്കും ഹിന്ദി എടുക്കുന്നവർക്കും ഇംഗ്ലീഷ് എടുക്കുന്നവർക്കും കെമിസ്ട്രി എടുക്കുന്നവർക്കും ഫിസിക്സ് എടുക്കുന്നവർക്കും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ PGക്ക് പഠിച്ചത് അല്ലെങ്കിൽ എന്ത് BEdന് നിങ്ങളിപ്പോൾ ഫിസിക്കൽ സയൻസ് ആണ് പഠിക്കുന്നത് അല്ലെങ്കിൽ കെമിക്കൽ ഏത് പഠിച്ചാലും നിങ്ങൾക്ക് ഈ പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും കോമൺ ആണ്. എല്ലാവരും എഴുതി പാസ്സായാലേ പറ്റത്തുള്ളൂ. ഇനി അതിനകത്ത് ജനറൽ നോളജും വരുന്നുണ്ട്, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്ങും വരുന്നുണ്ട്. മനസ്സിലാകുന്നു? അപ്പം നിങ്ങൾ കുറച്ചൊക്കെ BEdന് പഠിച്ച ടോപ്പിക്സും അതുപോലെ തന്നെ നിങ്ങളുടെ ജനറൽ നോളജും ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ പേപ്പർ 1 എന്ന് പറയുന്നത്. അത് 120 മാർക്കിന്റെ എക്സാം ആയിരിക്കും. ഇനി പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് നോളജ് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പേപ്പറാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ PGയിൽ പഠിച്ച സബ്ജക്ട് ഏതാണോ അതാണ് നമ്മൾ ഈ പേപ്പർ 2 നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ കെമിസ്ട്രി ആണ് എടുത്ത് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി പേപ്പർ ആയിരിക്കണം, നിങ്ങൾ PGയിൽ പഠിച്ച കെമിസ്ട്രി പേപ്പർ ആയിരിക്കണം ഇവിടെ ക്വാളിഫൈ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ, നിങ്ങളുടേത് ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, മാത്സ് ആണോ, മലയാളം, ആ ഏതാണോ നിങ്ങളുടെ PG സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള സ്പെഷ്യലൈസ്ഡ് ടോപ്പിക് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ പേപ്പർ 2 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? ഇനി ഡ്യൂറേഷൻ എത്രയാണെന്ന് അറിയാമോ? 120 മിനിറ്റ് ആണ് നിങ്ങളുടെ ഡ്യൂറേഷൻ. ഓരോ പേപ്പറിനും 120 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ പേപ്പർ 1 നിങ്ങൾക്ക് 120 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 1 മിനിറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. 60 questions each for part A and part B. ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ 1 നിങ്ങൾക്ക് ജനറൽ നോളജും ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്ങും ഉണ്ട്. ഓരോന്നിനും എത്രയാണ് നിങ്ങൾക്ക് 60 മിനിറ്റ്സ് വെച്ചാണ് കിട്ടുന്നത്. ഓൾ ടുഗദർ നിങ്ങൾക്ക് പേപ്പർ 1 ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 120 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. മനസ്സിലാവുന്നു? ഇനി ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ ശരിയായ ഉത്തരത്തിനും 1 മാർക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തൊരു എക്സാം ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. കാര്യം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് -0.33 ഒന്നും ഇവിടെ കട്ട് ഡൗൺ ചെയ്ത് പോകുന്നില്ല. ഇനി
പേപ്പർ 2 ഞാൻ പറഞ്ഞു നിങ്ങളുടെ PGയിലുള്ള നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിന്റെ എക്സാം ആണ് പേപ്പർ 2 എന്ന് പറയുന്നത്. ഇവിടെയും 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ 120 ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കായിരിക്കും അവിടെയും വരുന്നത്. പക്ഷെ ഇവിടെയും എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെ കേസിൽ മാർക്ക് റിഡക്ഷൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ എക്സാമിന്റെ ഹൈലൈറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെങ്കിൽ പോലും ഈ സെറ്റിന് ഇത്രത്തോളം വിജയ ശതമാനം കുറയുന്നത്? അതാണ് സെറ്റിന്റെ ഹൈലൈറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന്റെ ഉദ്ദേശം. അപ്പൊ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കുകയും ഇല്ല. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാവുന്ന ഒരു എക്സാം ആണെന്ന് പലരും വിചാരിക്കും. അങ്ങനെയല്ല. കാര്യം ഈ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിൽ പോലും 10% മാത്രം ആൾക്കാർ ജയിച്ചൊരു എക്സാം ആയിരുന്നു സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യങ്ങളുടെ നിലവാരവും ഓരോ ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണമെന്നുള്ള ഒരു രീതിയും നമുക്ക് മനസ്സിലാവും. നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും നമ്മൾ അത്രത്തോളം ടൈറ്റൻ ചെയ്താൽ മാത്രം ജയിക്കാവുന്ന ഒരു ടഫ് എക്സാം തന്നെയാണ് നമ്മളുടെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് നമ്മളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. പല കുട്ടികൾക്കും സെറ്റിന് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കും പഠിച്ചു തുടങ്ങിയവർക്കും എല്ലാം ഉള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് ഈ ക്വാളിഫയിങ് മാർക്ക് എന്നുള്ളത്. ഓരോ പേപ്പറിനും എത്ര വെച്ച് ക്വാളിഫൈ ചെയ്യണം? അപ്പൊ നമുക്കറിയാം പല കാറ്റഗറീസും പല മെത്തേഡ് ഓഫ് മാർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാര്യം റിസർവേഷൻ കാറ്റഗറീസിനൊക്കെ മാർക്കിൽ ചെറിയ റിലാക്സേഷൻസ് ഉണ്ട്. അപ്പം നോക്കുക, കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് പേപ്പർ 1-ന് 40%. നിങ്ങൾ പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ 40 മാർക്കിന് എഴുതി പക്ഷേ പേപ്പർ 1 ക്വാളിഫൈ ചെയ്തില്ല. അങ്ങനെയല്ല. 120-ന്റെ 40% എന്ന് പറഞ്ഞാൽ ഒരു 48 മാർക്കോളം വരും. അത്രയുമാണ് പേപ്പർ 1-ന് നിങ്ങൾക്ക് വേണ്ടത്. അത്രയും തന്നെ പെർസെൻറ്റേജ് എന്തിനും വേണം, നിങ്ങളുടെ പേപ്പർ 2-നും വേണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈസിയാണ്. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ അവരൊരു ടൈറ്റ് ക്രൈറ്റീരിയ ഇവിടെ വച്ചിട്ടുണ്ട്. ഓരോ പേപ്പറിനും നിങ്ങൾ 40 വെച്ച് സ്കോർ ചെയ്തു. പക്ഷേ 2 പേപ്പറിനും കൂടെ നിങ്ങൾക്ക് അഗ്രഗേറ്റ് 48% വേണം. ഈച്ച് പേപ്പറും നിങ്ങൾ 40% വെച്ച്, ഇപ്പം പേപ്പർ 1-ന് 48 കിട്ടി, പേപ്പർ 2-ന് 48 കിട്ടി. പക്ഷേ നിങ്ങൾ നോക്കുക, 96 മാർക്ക് ആവത്തേ ഉള്ളൂ നിങ്ങൾക്ക്. ഓരോ പേപ്പറിനും 48 വെച്ച് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ 96 മാർക്കായി. മനസ്സിലാവുന്നു? ഇത് 40% ആണ്. പേപ്പർ 1-നും പേപ്പർ 2-നും 40% വെച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓൾ ടുഗദർ 96 മാർക്കേ കിട്ടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്കിത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് 48% ആണ്. 48% എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് ഏകദേശം 116ഓളം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. മനസ്സിലാവുന്നു? പേപ്പർ മിനിമം ക്വാളിഫൈ ചെയ്താൽ പോരാ. ഇവിടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ഈ അഗ്രിഗേറ്റ് മാർക്കിൽ എത്തണം. ഓരോന്നിനും, ഇത് ജനറൽ കാറ്റഗറിയുടെ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മുടെ OBC നോൺ ക്രിമീലിയറിൽ വരുന്നവർക്ക് പേപ്പർ 1-ന് 35% വേണം, പേപ്പർ 2-നും 35% വേണം. പക്ഷെ അവരുടെ അഗ്രിഗേറ്റ് നോക്കിക്കേ, ഇവർക്ക് അഗ്രിഗേറ്റ് ആയിട്ട് 45% മാർക്ക് വേണം. അത് തന്നെയാണ് ഈ ഒരു എക്സാമിന്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്നല്ല, അതിന്റെ ക്വാളിറ്റി അത്രത്തോളം. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാവുന്ന ഒരു എക്സാം ആണെങ്കിൽ എല്ലാവരും പാസ്സാവത്തില്ലേ? അങ്ങനെയല്ല, ഇത്രയും ഒരു സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ അവർ വച്ചിരിക്കുന്നത്. ഇനി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും SC ST-കാർക്കും എല്ലാം പേപ്പർ 1-ന് 35% മതി, പേപ്പർ 2-നും 35% മതി. അവർക്കും അഗ്രിഗേറ്റ് മാർക്ക് എത്ര വേണം? 40% വേണം. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 120-ന് 40% ആണ്. എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 48 നമ്മൾ സ്കോർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ നമുക്ക് ജനറൽ പേപ്പർ 1 ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ 48 ക്വസ്റ്റ്യൻസും അറിയാൻ നമ്മൾ ആദ്യത്തെ 48 ആൻസർ ചെയ്തു, മിണ്ടാതിരിക്കുന്നു. പേപ്പർ 2 ഭയങ്കര ടഫായിരുന്നു. അപ്പൊ നമുക്ക് കഷ്ടിച്ച് 48 മാർക്ക് കിട്ടി. പക്ഷെ നമ്മൾ ജനറൽ പേപ്പർ എനിക്ക് 48 ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അറിയാവുന്നത് ബാക്കി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഈ അഗ്രിഗേറ്റിൽ നമുക്ക് പണി കിട്ടും, നമ്മൾ ക്വാളിഫൈ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പേപ്പറിനും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അഗ്രിഗേറ്റിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ LBS ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ഔട്ട് ചെയ്യാറുണ്ട്, ചിലതിന്
ആ ക്വസ്റ്റ്യൻസ് എന്താണ് ഓപ്ഷൻസ് തെറ്റി ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ ഈ അഗ്രിഗേറ്റ് വ്യത്യാസപ്പെടാനും ചാൻസ് ഉണ്ട്. മനസ്സിലാവുന്നു? അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അതൊരു ഹൈലൈറ്റ് ആണ്. ഇവിടെ നോക്കിക്കേ, നോ ഏജ് ലിമിറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുള്ളവർക്കും എഴുതാം. 50 ഏജ് ഉള്ളവർക്കും 40 ഏജ് ഉള്ളവർക്കും ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾ PGയും B.Edഉം പാസ്സായവരാണോ അവർക്ക് അവിടെയും എന്തുണ്ട്, മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്കുണ്ട്. 55% എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ അവർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര വയസ്സിലും, ഇപ്പൊ സർവീസിലൊക്കെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്യാത്തവരാണെങ്കിൽ അവരിപ്പോൾ 50 ഇയേഴ്സ് ആയിരിക്കും, പക്ഷെ അവർക്ക് ക്വാളിഫൈ ചെയ്യണമെന്ന് നിബന്ധന വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് അവർക്ക് ലിമിറ്റ് വരാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഏജ് ലിമിറ്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലരും 5, 6, 7 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നത്. അത് തന്നെ നമ്മുടെ ആ എക്സാമിന്റെ ഇമ്പോർട്ടൻസും ഡിഫിക്കൽട്ടി ലെവലും നമ്മളെ കാണിക്കുകയാണ്. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലും സെറ്റിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജനറൽ പേപ്പർ ഉൾപ്പെടെ 11 സബ്ജക്റ്റുകൾക്കാണ് സെറ്റിന് ക്ലാസ്സുകൾ ഓഫർ ചെയ്യുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾ ഹോം മേക്കർ ആവട്ടെ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണാമെന്നുള്ളതാണ് ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത. പിന്നെ ഈ ഓരോ ക്ലാസ്സുകളും നമ്മൾ ലൈവില് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ലൈവ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സെറ്റിന്റെയും ഗേറ്റിന്റെയും നെറ്റിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സും കേട്ടിട്ട് ഈ ലൈവും കൂടെ കേൾക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ എക്സാമിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം നിങ്ങൾക്ക് വരും. അപ്പൊ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം പാറ്റേണും സിലബസ്, നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു രീതിയും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പം താല്പര്യമുള്ള എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക, മറന്നു പോവാതിരിക്കുക. ജനറൽ പേപ്പർ ഉൾപ്പെടെയുള്ള 11 സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നടത്തുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് സെറ്റിനെ പറ്റിയിട്ട് ജനറൽ ആയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾക്ക് ഡൗട്ട് കാണും. അപ്പം മറന്നു പോവാതിരിക്കേണ്ട കാര്യം, LBS സെന്റർ, കേരള LBS സെന്റർ ആണ് ഈ എക്സാം നടത്തുന്നത്. ഇനി ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതേപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.